ഫാദറിന്റെ കുഴപ്പം ഇതാ, എന്തെങ്കിലും ഒരു കാര്യം കണ്ണീരോടെ പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. അല്ല, അയാളുടെ കുഞ്ഞിന്റെ മരുന്നിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാന്നല്ലേ പറഞ്ഞത്? ഇനി അയാളെ വിളിച്ചു വരുത്തല്ലേ? അരുണൊന്നും മിണ്ടാതിരിക്കും. ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇതൊന്നും നേരെ ആവുന്നവരെ മനസ്സിനൊരു സ്വസ്ഥത കിട്ടില്ല. എന്ത് ചെയ്യാനല്ലേ? ഒരു കാര്യം ഉറപ്പാ ഫാദർ, ഫാദർ ഇതിനകത്തുള്ളത് രഞ്ജിതേട്ടന്റെ ഭാഗ്യ. കാരണം ഫാദറിന്റെ നിരപരാധിത്വം ദൈവം തെളിയിക്കും. നമുക്കങ്ങനെ ആശ്വസിക്കാം ഫാദർ. ഈ വേസ്പിയുടെ അന്വേഷണം ഒന്ന് പൂർത്തിയാവട്ടെ. ലക്ഷ്മി, എന്തുപറ്റി? ഒന്നുമില്ല. പിന്നെന്തിനാ താൻ കരയുന്നേ? എന്താ കാര്യമൊന്ന് പറ. വേണ്ട, കുട്ടിച്ചന് ഇഷ്ടാവില്ല. കരയുന്നത് എന്തായാലും ഇഷ്ടമല്ല. കാരണം കേട്ടിട്ട് ബാക്കി നോക്കാം. ഞാൻ ഇത്ര ഭാഗ്യമില്ലാത്ത ഒരുത്തിയായി പോയല്ലോ. ഈ നശിച്ച ഇരിപ്പും കിടപ്പും ആയതുകൊണ്ടല്ലേ എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റാത്തത്. ഇതുപോലൊരു ഗതികേട് വേറെയുണ്ടോ? എന്റെ മോനൊരു കുഞ്ഞുണ്ട്, അവളിവിടെ തൊട്ടടുത്തുണ്ട്. എന്നിട്ടും എന്തൊക്കെ ചുറ്റും സംഭവിച്ചാലും അതിന്റെ പേരിൽ എന്നെ തീറ്റിക്കണം, അതല്ലേ ഉദ്ദേശം? ഞാൻ തന്നെ നേരിട്ട് പോയി ചെന്ന് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇനിയിപ്പം മറിച്ച് ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും നടക്കുമെങ്കിൽ പറഞ്ഞയച്ചോ, വിളിച്ചുകൊണ്ട് വന്നോ. എന്റെ ഭാഗത്ത് നിന്ന് അതിനൊരു തടസ്സം ഉണ്ടാവില്ല. ഞാൻ ആരെ പറഞ്ഞയക്കാനാ? എനിക്കങ്ങനെ ആരാ ഉള്ളത്? ഒരു ഭാഗത്ത് തന്റെ നിലവിളി, ചെന്ന് കൈകൂപ്പി നിന്നാൽ ഒരു പരിഗണന പോലും തരാത്ത അവളുടെ മനസ്സ്, അതിന്റെ ഇടയിൽ ബന്ധു വെണ്ണീറാവാൻ ഞാനും. എനിക്കെന്താ താൻ ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊന്നുമില്ലേ? എന്റെ കുഞ്ഞിന്റെ അടുത്തൊന്ന് ഇരിക്കണമെന്നില്ലേ? അവളുടെ അടുത്ത് നേരെ ചൊവ്വയൊന്ന് സംസാരിക്കണമെന്നില്ലേ? കുട്ടിച്ച, ഞാൻ എന്റെ നിവൃത്തിയില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ. അറിയാൻ ഇത്ര വർഷങ്ങളെടുത്തു. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിരുന്ന നമുക്ക് ഇപ്പൊ അതെങ്കിലും ബാക്കിയുണ്ടല്ലോ. ഇനി അത് പറഞ്ഞ് ആശ്വസിക്ക്. പറ്റുന്നില്ല കുട്ടിച്ച, എനിക്ക് സ്നേഹിച്ചു തീരാതെ നമ്മളെ വിട്ടുപോയതല്ലേ അവൻ. നമുക്ക് ബാക്കി വെച്ചതല്ലേ അവളെ. എന്നിട്ടും അലച്ചിൽ ഇനിയും തീർന്നിട്ടില്ല ലക്ഷ്മി. അവസാനം വരെ ഒരുക്കിക്കൊണ്ടിരിക്കും. അതാണ് ദൈവത്തിന്റെ തീരുമാനം. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കാം. അല്ലാതെ കരഞ്ഞെന്നെ തോൽപ്പിക്കാൻ നോക്കരുത്. സർ, ഇതാണ് വരാൽ മാർട്ടിൻ. പ്രമാദമായ പല കേസുകളിലും ഇവന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇവനിപ്പോ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇത്തരം ഒരാൾക്കൂട്ടത്തിനിടയിൽ വരാൽ മാർട്ടിൻ വരിക എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട ഒന്നല്ലേ സർ? ശരിയാണ്. പക്ഷേ നമ്മൾ CCTVയിൽ കണ്ട വിഷ്വൽസിൽ ഒന്നും തന്നെ അയാളുടെ ഇടപെടലുകളില്ല. സർ, ജയിലിൽ നിന്നിറങ്ങിയ വരാൽ മാർട്ടിന് പോലീസ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അയാളുടെ വീടിരിക്കുന്ന സ്റ്റേഷൻ പരിധിയിലല്ലാതെ മറ്റെവിടെയും പോകാൻ പാടില്ലെന്ന. അതനുസരിച്ചാണെങ്കിൽ അയാൾ ഉണ്ടാവേണ്ടത് വഴിയമ്പല സ്റ്റേഷൻ പരിധിയില്ല. വരാൽ മാർട്ടിൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ നിയമലംഘനമോ. സോ അവനിതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫാദറിന്റെ ബാഗ് മോഷ്ടിച്ചയാൾ വരാൽ മാർട്ടിൻ നിയോഗിച്ച ഒരാളായിരിക്കും. ബാഗുമായി അയാൾ ഓടിയ ഏതെങ്കിലും സമയത്തിനുള്ളിൽ വരാൽ മാർട്ടിൻ കൃത്യം നടത്തിയിരിക്കും. ശരിയല്ലേ? അതെ സർ. വഴിയമ്പലം സ്റ്റേഷൻ CI ഞാനൊന്ന് വിളിക്കാം. വരാൽ മാർട്ടിനെ അറസ്റ്റ് ചെയ്യാൻ പറയാം. കൂടുതൽ സമയം അയാൾക്ക് അനുവദിച്ചു കൊടുക്കണ്ട, ക്രിമിനലാണ്. വരാൽ മാർട്ടിനെ വിളിച്ചത് ആരായിരിക്കും തന്റെ അഭിപ്രായത്തിൽ? പറയാൻ പറ്റില്ല സർ. കുഴപ്പക്കാരുടെ നീണ്ട നിരയല്ലേ. മാർട്ടിൻ തന്നെ ഉത്തരം പറയട്ടെ. ക്രൈമുകൾ ഉണ്ടാവുന്ന വിചിത്രമായ വഴികൾ അല്ലേ? അതെ. അമ്മേ, മൈഥിലിയോടെ എന്തിനാ? രാവിലെ തന്നെ വഴക്കിന് കാരണം കിട്ടിയിട്ടുണ്ടോ? ഒരു കാര്യം സംസാരിക്കാനാ. അമ്മ ഒന്ന് വിളിക്കേ.
ഞാൻ പോയി വിളിക്കണമെങ്കിൽ കാര്യം എന്താണെന്ന് എനിക്കറിയണം. അമ്മ വഴക്കിനല്ല. ഇണങ്ങിയാലും പിണങ്ങിയാലും കുഴപ്പക്കാരനായ ഒരാളെ ഞാൻ നിന്നിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചെയ്തു കൂട്ടിയതൊക്കെ നീ മറന്നാലും എനിക്ക് മറന്നളയാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, നിന്നെ പ്രസവിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ പ്രസവിക്കാതെ എനിക്ക് കിട്ടിയ മകളാണ് മൈഥിലി. അവളെ എന്റെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ എന്താ മേ? പ്രത്യേകിച്ചൊന്നുമില്ല. നിന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു കഴിയുമ്പോൾ നിറം മാറണ്ടെന്ന് പറയായിരുന്നു. എന്താ സാരംഗ്? ഞാൻ പറയുന്ന കാര്യം താല്പര്യമില്ലാത്തതാണെങ്കിൽ അത് പറഞ്ഞേക്കണം. കാര്യം എന്താന്ന് പറ. ആ കുട്ടി എവിടെയാ താമസിക്കുന്നത്? സേതുവിന്റെ മകള്. എന്തിനാ? പേടിക്കണ്ട, അവളെ ദ്രോഹിക്കാനൊന്നുമല്ല. വേണമെങ്കിൽ ഞാനൊന്ന് ചെന്ന് കാണാം. സേതുവിന്റെ മകളല്ലേ. കുട്ടിച്ചിന്റെ ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് വരാൻ പറയാം. സേതുവിന്റെ മകൾ ഒരു അനാഥയെപ്പോലെ കഴിഞ്ഞുകൂടാ. അവളെ കിട്ടുന്നത് കുട്ടിച്ചിനും ലക്ഷ്മിയമ്മയ്ക്കും ഒരു ആശ്വാസമായിരിക്കും. താൻ മുമ്പേ പറഞ്ഞില്ലേ, ഈ ഒരു കാര്യത്തിനെങ്കിലും മറ്റെല്ലാം ഒന്ന് മാറ്റിവെക്കാനും മറക്കാനും. അങ്ങനെ വേണമെന്ന് എനിക്ക് തോന്നി. ഇതിന്റെ പേരിൽ പുണ്യാളം ചുമയാനോ എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റുകൾ മറച്ചു പിടിക്കാനോ അല്ല. അവനെന്റെ നല്ലൊരു ചങ്ങാതിയായിരുന്നു. ഇതെങ്കിലും അവന് വേണ്ടി ഞാൻ ചെയ്യണം. സാരംഗ കുട്ടിയെ കാണാൻ പോകുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ആ കുട്ടിയെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കാൻ. താൻ അഡ്രസ്സ് തരൂ, ഞാനൊന്ന് ശ്രമിക്കാം. ഈ കാര്യത്തിന് ഞാൻ പോകുന്നത് പോലും കുട്ടച്ചനോടും ലക്ഷ്മിയമ്മയോടും പറയണ്ട. എന്തിനാ വെറുതെ. മോളെ, ഇത് വിശ്വസിക്കാവുന്ന കാര്യമാണോ? എന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? പറഞ്ഞത് അവനായതുകൊണ്ട്. കുട്ടിച്ചനോടുള്ള പക അവന്റെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. നല്ലത് ചെയ്യാനെന്നും പറഞ്ഞ് അഡ്രസ്സ് വാങ്ങിച്ചു പോയിട്ട് ആ കുഞ്ഞിനെ എന്നേക്കുമായി ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കാനാണെങ്കിലോ? അവളല്ലെങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിൽ തന്നെയാ. പിന്നെ ഇത് ഞാൻ സമ്മതിച്ചത്, കുട്ടിച്ചനും ലക്ഷ്മിയമ്മയ്ക്കും അവളെ വേണം. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടെ കുറച്ചുനാൾ കഴിയട്ടെ. എത്രയോ നാളുകളായി വല്ലാത്തൊരവസ്ഥയിലാ പാവങ്ങള്. ഇതിലിപ്പോ ഞാൻ തെറ്റും ശരിയൊന്നും നോക്കുന്നില്ല. സാരംഗ് പോയി സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കട്ടെ. ഇന്നലെ കണ്ട പടത്തില് സ്റ്റോറി കേൾക്കണോ? ഓ വേണ്ട വേണ്ട, ഞാൻ പറയാടി, അതിനെക്കുറിച്ചൊന്നും പറയാൻ നിക്കണ്ട. നല്ല സ്റ്റോറിയാണെന്നേ. ഓ പിന്നെ നിക്കടി, നീ ഡിവൈഎസ്പിയോട് ഞങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? ചോദിച്ച കേട്ടില്ലേ? എന്റെ വീട്ടിലൊരു വിശേഷപ്പെട്ട സംഭവം ഉണ്ടായി. അതിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോലീസുകാർ വന്നിരുന്നു. അപ്പൊ ഞാൻ പറയണ്ടൊക്കെ പറഞ്ഞു. നിന്റെ ഏട്ടന്റെ കമ്പനി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഞാനാണെന്ന് ഡിവൈഎസ്പിയോട് പറഞ്ഞോ? അയ്യോ, രാഹുൽ എന്നോടത് പറഞ്ഞിരുന്നു. അത് മറന്നുപോയോ? ഇത്രയും കാര്യമായിട്ട്, അതും ജയിലിൽ കിടക്കുന്ന ആന്റിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാഹുൽ എന്നെ ഭീഷണിപ്പെടുത്തുമ്പോ അന്വേഷിച്ചു വരുന്ന ഉദ്യോഗസ്ഥരോട് അത് പറയണ്ടേ? നീ ക്യാമ്പസിലേക്ക് വന്നേറിയ കാലം ഓർമ്മയുണ്ടല്ലോ. അന്നത്തെ നിന്റെ അവസ്ഥ എന്താണെന്ന് മറക്കരുത്. ഞാൻ എന്റെ കോഴ്സ് തുടങ്ങിയപ്പോഴാ ഈ ക്യാമ്പസിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെയുള്ള മറ്റാരും ഇവിടെ ജനിച്ചു വളർന്നവരൊന്നും അല്ലല്ലോ. രാഹുലേ, ഇവള് കരുതി കൂട്ടിയാടാ. എടേ, ഡിവൈഎസ്പി ഓഫീസിൽ ഇവരുണ്ടായ അനുഭവം എന്താന്ന് നിനക്കറിയോ? ഇല്ല, ഡിവൈഎസ്പി അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്താ ഉണ്ടായേ? കേക്കട്ടെ. എടി, നിങ്ങൾ ഈ പോലീസ് കസ്റ്റഡി പോയ കാര്യമൊന്നും കേട്ടിട്ടില്ലല്ലോ. ഇവര് പോയിരുന്നു. കേക്കണേ. എടീ, നിന്റെ ഏട്ടനെ ദ്രോഹിക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നീയോ നിന്റെ ഏട്ടനോ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പോലീസുകാരോ കണ്ടുപിടിക്കില്ല. ആഹാ, ഇത് പുതിയ ഭീഷണിയാണല്ലോ. എന്നാ പിന്നെ ഇതും കൂടെ ഞാൻ ഡിവൈഎസ്പി സാറിനെ ഒന്ന് വിളിച്ചു പറയട്ടെ. വേണ്ട. അപ്പൊ ചെറിയ പേടിയൊക്കെ ഉണ്ട്. കാണുന്ന പോലെ അല്ലല്ലേ?
എന്തിന്റെ പേരിലാണ് നീ ഇങ്ങനെ അഹങ്കരിക്കുന്നത്? ഒരു കമ്പനിക്ക് 2 അക്ഷരത്തിലൊരു പേര് വെച്ചപ്പോ നിന്റെ ഏട്ടനേതോ കൊമ്പത്തെത്തി എന്നുള്ളൊരു ധാരണയുണ്ടോ? ഏതായാലും നീ കേസ് കൊടുത്തല്ലോ. അപ്പൊ പിന്നെ ഇനി ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാ ഞങ്ങൾ അങ്ങ് ചെയ്തോളാം. ചെയ്യാനുള്ളത് ചെയ്തോളണം, വാങ്ങിക്കാനുള്ളത് വാങ്ങിച്ചോളണം. അല്ലാതെ അതിന്റെ ഇടയ്ക്ക് എന്നെ വഴി തടഞ്ഞു നിർത്തി കേസ് കൊടുത്തോ എന്തൊക്കെ പറഞ്ഞു കൊടുത്തോ എന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഇടപാട് ഏട്ടനുമായിട്ട് നേരിട്ടങ്ങ് ആയിക്കോ. വാടി. ചെല്ലടാ. ആവണി, നിങ്ങൾ കേട്ടോ, ഞാൻ വരാം. ശരി. നീ വെറുതെ രാഹുലിനെ ദേഷ്യം പിടിപ്പിക്കണ്ട. നിനക്കൊഴിച്ച് ഈ കോളേജിലെ ബാക്കിയുള്ളവർക്കെല്ലാം അവൻ്റെ സ്ട്രെങ്ത് എന്താണെന്നറിയാം. ഇനി ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ നിന്നെ ചിലപ്പോ ഈ ക്യാമ്പസ് തന്നെ കണ്ടെന്ന് വരില്ല. ഈ പറഞ്ഞ വാചകം അവൻ എന്നോട് നേരിട്ട് പറയാത്തത് എന്താന്നൊക്കെ എനിക്കറിയാം. DYSP വിളിപ്പിച്ച കാര്യത്തില് പൊന്നുമക്കൾക്ക് നല്ല പേടിയുണ്ടല്ലേ? അവനോട് ചെന്ന് പറഞ്ഞേക്കും കേസ് DYSP തെളിയിക്കുമ്പോ അതിന്റെ അറ്റത്തൊന്നും ഉണ്ടാവില്ലെന്ന്. വെറും ഒരു ചീറ്റിംഗ് കേസ് മാത്രമല്ല, കള്ളനോട്ട് കേസിലും കൂടെ അകത്താവും. താനും കൂട്ടുപ്രതിയാവും. എടാ, കള്ളനോട്ട് കേസിൽ പ്രതിയാക്കി കളയുമെന്ന് അവള് പറയുന്നത്. അങ്ങനെ ചെയ്യൂ? അതിനുള്ള ചങ്കൂറ്റൊന്നും നമുക്കില്ല. പെണ്ണുങ്ങളാ ഇപ്പൊ നമ്മളെക്കാൾ ചങ്കൂറ്റ അവർക്കാ. കേസ് അവര് തെളിയിക്കട്ടെ, അപ്പോ കാണാം. എന്താ ഇത്? അമ്മയ്ക്ക് കണ്ടറിഞ്ഞൂടെ? അത് മനസ്സിലായി. ഇപ്പൊ എവിടുന്നാ ഇത് പോയി എടുത്തോണ്ട് വന്നത്? ഇത് കടയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ. നീ ഈ പരിങ്ങലിലായ സ്ഥിതിയില് ഇതിന്റെ ഇപ്പൊ ആവശ്യമുണ്ടോ? എന്തായാലും ഇത് എടുത്തതിന്റെ പേരില് ഞാൻ വലിയ കടക്കണിയിലൊന്നും ചെന്ന് ചാടാൻ പോണില്ല. മുമ്പൊക്കെ ഓണത്തിനും വിഷുവിനും ഇതൊരു പതിവായിരുന്നു. ഇപ്പൊ അതൊക്കെ നമ്മൾ പോലും അറിയാതെ കടന്നു പോകുന്നത്. ഇതൊന്ന് കയ്യിൽ വാങ്ങിക്കാമേ. അമ്മ എന്നെ അങ്ങനെ ഒരു പാപ്പരായിട്ടൊന്നും കാണണ്ട. അത്യാവശ്യം പിടിച്ചു നിൽക്കാനൊക്കെ എനിക്ക് പറ്റും. ഞാനൊന്നും പറയുന്നില്ലേ. നിനക്ക് നിന്റേതായ തീരുമാനമുണ്ട്. പിന്നെ അമ്മേ, വേറൊരു കാര്യം. എന്താ? മുഴുവൻ പറഞ്ഞു തീർക്കാൻ അമ്മ സമ്മതിക്കണം. ആ, പറ. രഞ്ജിത്തിന്റെ കമ്പനിയുടെ ഉദ്ഘാടനത്തിന് സാരംഗ് വന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. അതിനേക്കാളും ഇന്ന് രാവിലെ നടന്നത് എന്നെ അതിശയപ്പെടുത്തിയത്. കുട്ടിച്ചിനു വേണ്ടി ആ പെൺകുട്ടിയെ ചെന്ന് കാണാന്ന് പറഞ്ഞത്. മതിയായില്ലേ നിനക്ക്? സത്യത്തിൽ ഇതാ നിന്റെ കുഴപ്പം. എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും അതിനെങ്ങ് വലുതായിട്ട് കാണും. കഴിഞ്ഞതൊന്നും മറന്നുപോയിട്ടില്ലല്ലോ? ഇല്ലമ്മേ, ഒരാൾ എത്ര ദുഷ്ടനായാലും ഒരു നല്ല കാര്യം ചെയ്താൽ അത് പറയുന്നതിൽ തെറ്റെന്താ? ഞാൻ പറഞ്ഞു വന്നതേ, സാരംഗിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാരംഗിന് എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെയും കുട്ടികളെ ഓർത്ത് അത് ചെയ്യാതിരിക്കരുത്. നീ ഒരു കാര്യം ചെയ്. ഈ വിവരം അച്ഛനെ വിളിച്ച് പറ. പണത്തിന്റെയും സമ്പത്തിന്റെയും കാര്യം അച്ഛനാണല്ലോ തീരുമാനിക്കുന്നത്. അയ്യോ, അച്ഛനോട് പറയാൻ ഞാനില്ല. പറഞ്ഞാ വേണ്ടത് നീ കേൾക്കും. ഞാനൊരു കാര്യം പറയാം. ജനിച്ച നിമിഷം മുതല് അവനെ കാണുന്നവളാ ഞാൻ. നിനക്കെന്തായാലും അത്രയൊന്നും അവനെ കുറിച്ച് പറയാനുണ്ടാവില്ലല്ലോ. ഇതുവരെ അവൻ ചെയ്തതും ചെയ്യാൻ പോകുന്നതും ചതിയുടെ മാർഗത്തിൽ തന്നെയായിരിക്കും. അതല്ല അമ്മേ. മതിയാക്കാനല്ലേ പറഞ്ഞേ? പണ്ടൊക്കെ ആളുകൾ പറയുന്നൊരു ശാപമുണ്ട്, തെരുവ് നിരങ്ങി പിച്ച എടുക്കട്ടെ എന്ന്. സ്വന്തം മകന്റെ കാര്യത്തില് ഒരമ്മ അങ്ങനെ പറയാൻ പാടില്ലാത്തതാ. എന്നിട്ടും എന്റെ മനസ്സ് അങ്ങനെ പറയാനാ നിർബന്ധിക്കുന്നത്. അമ്മയുടെ ഇഷ്ടം. മോളെ, നിന്റെ ഈ മനസ്സ് നല്ലതാ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ നിഷ്കളങ്കതയെ വിലയിടാൻ വരുന്നവരെ നീ തിരിച്ചറിയണം. ഞങ്ങളുടെ മോൻ നിന്നോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യണമെന്നറിയാത്തവരാ ഞങ്ങൾ അച്ഛനും അമ്മയും. മറ്റൊന്നിന് നീ നിർബന്ധം പിടിക്കണ്ട. ആരായാലും ഇങ്ങോട്ട് കേറിപ്പോന്നോളൂ.
കമലമോളാണോ? അതെ. മോളിങ്ങി വന്നേ. എന്റെ സേതുവിന്റെ മോള് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ചങ്ക് പൊട്ടിയിരിക്കായിരുന്നു. എന്റെ കുട്ടി വന്നല്ലോ. ഞാൻ വരാൻ ഉദ്ദേശിച്ചിരുന്നതല്ല, പിന്നെ ഇങ്ങനൊരു കണ്ടീഷനാണെന്ന് പറഞ്ഞുകൊണ്ട്. അമ്മയെ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചോണ്ട് വരുമായിരുന്നില്ലേ, ഞങ്ങള് കൂടെ നിർത്തുമായിരുന്നില്ലേ? അതൊന്നും സാരമില്ല, അതിലെനിക്ക് വിഷമവും ഇല്ല. എന്റെ മോൾ ഇവിടെ ഒന്ന് ഇരിക്കുവോ? സുന്ദരിയാ എന്റെ കുട്ടി. മോൾക്കിവിടെ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് തിരിച്ചു പോകണം. പോയാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. അങ്ങനെ പറയരുത്. പുറത്തോട്ട് തന്നെ പൊയ്ക്കോ. അവിടെ പോവുകയോ പഠിക്കുകയോ എന്താന്ന് വെച്ചായിക്കോ. പക്ഷേ ഇടയ്ക്കൊന്ന് ഞങ്ങളെ വിളിക്കണം. വല്ലപ്പോഴും ഒന്ന് കാണാൻ വരണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല കുട്ടി. ഒന്ന് വന്ന് കാണാൻ നിർബന്ധം പറഞ്ഞുകൊണ്ട് വന്നതാ. എനിക്ക് പോണം. ഇത്ര പെട്ടെന്നോ? ഞാൻ കുട്ടിച്ചനെ ഒന്ന് വിളിക്കട്ടെ? അതിന്റെ ആവശ്യമില്ല, വിളിക്കണ്ട. ഞാനിപ്പോ ഇറങ്ങും. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ. വാ, നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അവിടെ എന്താന്ന് വെച്ചാ എടുത്തു തന്നാ കഴിക്കുവോ? നോക്കൂ, എനിക്ക് പോണോന്ന് പറഞ്ഞാ അതിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ മുത്തശ്ശൻ വരുമ്പോ പറയണം ഇനി എന്നെ അന്വേഷിച്ച് വരണ്ടാന്ന്. മോളെ, ഞാൻ ഇറങ്ങാം. ശരി. ലക്ഷ്മിയമ്മ കരയാണോ ചിരിക്കുകയാണോ എന്നറിയില്ല. അങ്ങനെ ഒരു കണ്ടീഷനാ. ഒട്ടും പ്രതീക്ഷ കാണില്ല, പാവം. വരാതെ പിന്നെ എവിടെ പോവാനാ? ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ എന്തിനും പോകുന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഉണ്ടാവുന്നത്. കമലയുടെ ഇപ്പോഴത്തെ ഈ വരവിന്റെ കാരണം ആരാന്ന് അമ്മയ്ക്കറിയോ? സാരംഗ്. ആ കുട്ടിയെ പോയി കാണുന്നു പറഞ്ഞപ്പോ അങ്ങനെ ചെയ്യുന്ന എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ എന്തോ ചെയ്തു. ഒരുപാട് മഹാപാപങ്ങൾ ചെയ്ത കൂട്ടത്തില് ഒരു നന്മ ചെയ്തു. അത് ചിലപ്പോ മരിച്ചുപോയ സേതുവിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. അളവിൽ കൂടുതൽ കുട്ടിച്ചനെ ദ്രോഹിച്ചു എന്നുള്ള കുറ്റബോധം കൊണ്ടായിരിക്കും. എന്തിന്റെ പേരിലെങ്കിലും ആയിക്കോട്ടെ അമ്മേ, ചെയ്തില്ലേ? ഇനിയിപ്പോ ആ കുഞ്ഞവിടെ സ്ഥിരമായിട്ട് വരും. വരുമെന്ന് മാത്രമല്ല, അവരുടെ കൂടെ അവിടെ താമസിക്കുകയും ചെയ്യും. വരട്ടെ അമ്മേ. കുട്ടിച്ചൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട രണ്ടുപേര് പരസ്പരം നോക്കി എത്ര നാൾ ഇരിക്കുമെന്ന്. കമല അവരുടെ ഇടയിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ അതവർക്ക് എത്രയോ കാലത്തിനുള്ള പ്രതീക്ഷയായിരിക്കും. സാരംഗ്, കമലയെ പോയി കണ്ടിരുന്നു അല്ലേ? ആ കുട്ടി കുട്ടിച്ചൻ്റെ വീട്ടിൽ വന്നു. ലക്ഷ്മിയമ്മ ചെന്ന് കണ്ടു. സാരംഗ് എന്താ അവളോട് സംസാരിച്ചത്? സേതുവിന്റെ മകളല്ലേ, അവനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അവനെ മറന്നു കളയാൻ പറ്റില്ല. എന്നെ ദ്രോഹിച്ചവരൊക്കെ സന്തോഷിക്കട്ടെ, ഞാൻ ഒന്നിനും തടസ്സമല്ല. ഈ ഒരു കാര്യമെങ്കിലും എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന രീതിയിൽ നീ ചെയ്തല്ലോ, അതിനുള്ള ഫലവും കിട്ടും. കുട്ടിച്ചനും ലക്ഷ്മിയമ്മയ്ക്കും വേണ്ടി ഒരു നന്ദി പറയേണ്ട കടമ എനിക്കുണ്ട്. നന്ദി പ്രകടനത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാ വെറുതെ അങ്ങനെ ഒരു ആചാരമൊക്കെ? നമ്മൾ എങ്ങനെയാണോ അതങ്ങനെ തന്നെ പോട്ടെ. അവനോടൊരു നന്ദി പറച്ചിലിന്റെ ആവശ്യമൊന്നുമില്ല. നടന്നതൊന്നും ഒരിക്കലും നീ മറക്കരുത്. മറക്കാനോ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുറ്റം കൊണ്ടല്ലാതെ ഞാൻ തോറ്റ രണ്ട് സാഹചര്യങ്ങൾ എന്താണെന്ന് അമ്മയ്ക്കറിയോ? ഒന്ന് നിർഭാഗ്യം, മറ്റൊന്ന് ചതി. മോളെ, ഒരുപക്ഷെ ഞാൻ പലതും മറക്കുമായിരിക്കും. പക്ഷെ ചിരിച്ച മുഖത്തോട് ചതിച്ചവനെ ഞാൻ മറക്കില്ല, ഒരിക്കലും.
നീ ഒന്ന് വന്നേ. എന്താടാ? ക്ലാസ്സിൽ അവള് മാത്രമേ ഉള്ളൂ, ആവണി. നീ ഇവിടെ നിന്നോ. പേടിപ്പിക്കാനേ പാടുള്ളൂ, കയ്യാൻ കളിയൊന്നും വേണ്ട.